മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബിൽ ഈ സന്ദേശം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു SMS കിട്ടിയിരുന്നു. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി അതിൻ്റെ ഓണർ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ആയുർവേദത്തിന്റെ അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞു. ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് SMS വന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആയുർവേദത്തിന്റെ രീതിയിൽ പഠിപ്പിച്ച് പരിശുദ്ധമായ ആയുർവേദം എങ്ങനെ പ്രയോഗിക്കണമെന്ന് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് 5-6 വർഷം നമ്മുടെ പൂർവികര് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം വികസിപ്പിച്ച ഡോക്ടർ കൃഷ്ണകുമാർജി ആയുർവേദത്തോട് എല്ലാ വിധത്തിലും നീതി പുലർത്തുന്ന വ്യക്തിയാണ്. ധാരാളം ആയുർവേദ വിദ്യാർത്ഥികള് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ആയുർവേദത്തിന് ഭാവിയുണ്ടോ എന്ന്. അദ്ദേഹം തിരിച്ചു പറയാറുണ്ട്, ആയുർവേദത്തിന് ഭാവിയുണ്ടോ എന്ന് സംശയിക്കുന്ന നിങ്ങളെ പോലെ ഉള്ളവർ ഇല്ലയിടത്തോളം കാലം ആയുർവേദത്തിന് ഭാവിയില്ല. ഭാരതത്തിലെ ഒരു പൈതൃക വിഷയവും അതിന് ഭാവിയില്ലാതെയായിട്ട് വന്നിട്ടില്ല. ഒരു 2500-3000 വർഷമായിട്ട് നിൽക്കുന്ന ആയുർവേദം ഇന്നും ചൈതന്യവത്തായി ലോകമെമ്പാടും പഠിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്, നല്ല ആയുർവേദ വൈദ്യന്മാരെ കിട്ടാൻ പോലും ഇല്ലാത്ത കാലഘട്ടത്തില്, ആയുർവേദത്തിന്റെ ആശുപത്രികളും മോഡേൺ മെഡിക്കൽ സിസ്റ്റത്തിൽ പോലും ആയുർവേദം ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്, മോഡേൺ ആയിട്ടുള്ള ആശുപത്രികളിലെല്ലാം ആയുർവേദത്തിന്റെ വിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്, ആയുർവേദ മരുന്നുകള് മോഡേൺ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിട്ട് മോഡേൺ മെഡിക്കൽ ഷോപ്പില് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്, ആയുർവേദം ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളില് ആയുർവേദം നിഷേധിച്ചിരുന്നതിനെ തിരിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം നമ്മുടെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി, കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസി, വൈദ്യരത്നം തുടങ്ങിയ ഉജ്ജ്വലങ്ങളായ ആയുർവേദത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഡോക്ടർമാരും മരുന്നുകളുമെല്ലാം എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്, ആയുർവേദത്തെ തികച്ചും ആത്മാഭിമാനത്തോടുകൂടി വളരെ ഉജ്ജ്വലമായ രീതിയിൽ ആത്മാഭിമാനത്തോടുകൂടി ആയുർവേദത്തെ പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും ജീവിതം മുഴുവനും ആയുർവേദത്തിന് വേണ്ടി മാറ്റിവെച്ച ഡോക്ടർ കൃഷ്ണകുമാർജിക്ക് ഈ വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുർവേദ പരമാചാര്യ അവാർഡ് കിട്ടിയതും, അതുപോലെ കോയമ്പത്തൂരിലെ അവിനാശലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോം സയൻസ് വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന്റെ വൈസ് ചാൻസലർ, അതിന്റെ ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചതും എല്ലാം ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സമുജ്വലമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.